ഹലോ, എല്ലാവരും എന്നെ എടുക്കുവാ. എനിക്ക് പണി പണിയാ. മനുഷ്യരുടെ എല്ലാ ഊണും തീറ്റയും കഴിഞ്ഞ് തേച്ച് വെളുക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത എന്നത് പട്ടിക്ക് ചോറും കൊണ്ട് പോവാ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറുക്കൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ അതുങ്ങൾക്ക് കൊടുക്കണം. നേരത്തെ കാരണം അവൻ ചോദിക്കുന്നുണ്ട് അവൻ വരണമെന്ന്. നിന്റെ അച്ഛൻ ഇല്ലത്തെ, നിന്റെ അച്ഛൻ പോയി കല്യാണത്തിന്, ഞാൻ വേണ്ടാണ് ചോറ് കൊടുക്കാൻ പറ്റിക്കേ. അതുകൊണ്ട് ഇന്ന് അത് അവർക്ക് കൊണ്ടൊന്ന് ചോറ് കൊടുത്തില്ലെങ്കിൽ എന്നാലും രാത്രി ആയപ്പോൾ എനിക്ക് സന്ധ്യക്ക് ഇറങ്ങിപ്പോകാൻ പേടി. ഇറങ്ങി താഴെ 3 പട്ടിയുണ്ട് താഴെ. മോൻ്റെ അവൻ ചോറ് കൊടുക്കണ്ടേ? ഏത് പരുവാവുന്ന അറിയത്തില്ല. ഇന്ന് ചോറ് കൊടുക്കുമ്പോൾ സാധാരണ അവനാണ് ചോറ് കൊടുക്കുന്ന ചെറുക്കൻ. ഇന്ന് മിക്കവാറും ഞാൻ ചോറും കൊണ്ട് ചെല്ലുമ്പോൾ അതെ, ഇന്ന് പട്ടിയായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. താലമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാവടി ആടിയാ പോകുന്നത് ഭഗവാനെ. വന്നില്ല, അതിന് മുന്നേ അവിടെ ചെമ്പകട്ടൻ ആടാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? അങ്ങോട്ട് ചോറ് കൊടുക്കാൻ വർത്താനം നമുക്ക് പിന്നെ പറയാം. അയ്യോ, ദാ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈശ്വര, അവളോട് മാറി വേണം. ഇന്ന് പിന്നെ ഒരാൾക്ക് മാത്രം കൊടുക്കാനേ ഉള്ളൂ പേടി. അതെ, അവിടെ 2 പേര് കുഴപ്പമില്ലേ. ആമ്പോച്ചൻ ശകലം ഇതുണ്ട്. ഇവൻ ഇച്ചിരി മുറ്റാണ്. മുറ്റെന്ന് പറഞ്ഞാൽ അവന് മറ്റേ റാണിയുടെ അടുത്തോട്ട് ഞങ്ങൾ ചെല്ലുന്ന അവന് ഇഷ്ടമല്ല. അപ്പുറം ഒരു പെൺപട്ടിയുണ്ട്, അവിടെ അടുത്തോട്ട് ആരും ചെല്ലുന്നത് ഇവൻ ഇഷ്ടമല്ല. ഇവനവിടുത്തെ രാജാ. രാജാ. യേശു എന്നാ പറയുന്നേ? ഇവനെ തുറക്കാൻ തന്നെ പേടിയാ. അയ്യോ, പിന്നെ ചോറ് കൊടുക്കുന്നത് എങ്ങനെ ആകുമെന്ന് ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പൊക്കത്ത് നിൽക്കുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓടാൻ തയ്യാറായിട്ട് ഞാനും കേശും കൂടെ നിൽക്കുന്നത്. കാരണം റാമ്പോടെ കൂട് തുറക്കുമ്പോൾ എന്തും സംഭവിക്കും. അതാ 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 ആരാ അവിടെ? അല്ല, റാമ്പോച്ചന് ചോറ് എറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ ഇറങ്ങി ഓടും. കളിപ്പിച്ചു. ഇന്ന് അച്ഛമ്മ കളിപ്പിച്ചു. റാമ്പോച്ചൻ കളിച്ചു കണ്ട. അവൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നോക്കുവാ. അല്ലോ, കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവന് നമ്മളെ. അങ്ങനെ 3 പേർക്ക് ചോറ് കൊടുത്തു. എന്താന്ന് വെച്ചാലേ ഇവരെ രാവിലെ അവൻ അഴിച്ചു വെളിയിൽ കെട്ടി ആ പിടി കഴിഞ്ഞു. അവൻ സാധാരണ 3 മണിയാകുമ്പോൾ വരുമ്പോൾ അവൻ ചോറ് കൊടുക്കും. ഇന്ന് അവൻ ചിലപ്പോഴല്ലേ രാത്രി ആവുമായിരിക്കും. കേശു പറയുന്ന അവൻ്റെ അച്ഛനില്ല, അച്ഛമ്മയാ ചോറ് കൊടുക്കുന്നത്. അച്ഛമ്മ ചോറ് കൊടുത്തില്ലേ ബാബുവിനെ? അതിന് ചോറ് കൊടുത്തു. ഇനി നോക്കട്ടെ അടുത്ത പരിപാടി എന്നാന്ന്. നമുക്ക് ഇരിക്കാൻ നേരമില്ല. ഈ കയറ്റം എളുപ്പം. ഒരു പ്രാവശ്യം ഇതിലേ ഇറങ്ങി പട്ടിക്ക് കൊടുക്കാൻ പോയതാ. 2 അടി പോലെ താഴെ വീണ് കൈ ഒടിഞ്ഞു പോയതാ. ഇതെന്നാ പുന്നാരി എടുക്കണോ? അയ്യോ, അവനെങ്ങനെ നിൽക്കുക, അവനെ എടുത്തില്ലെന്ന്. ബാബുവിന് ചോറ് കൊടുക്കാൻ പോയാന്ന് പറഞ്ഞേ. ബാബുവിന് ചോറ് കൊടുക്കാൻ പോയാണോടി? കൊടുത്തില്ലേ? ചോറ് കൊടുത്തോ? ജാക്കി എന്തി വിളിച്ചേ? ജാക്കിയേ എന്തി? അമ്പോയേ വിളിച്ചേ. അത് കാക്കോന്ന് എന്താ ഞങ്ങളുടെ അമ്മായിയുടെ അമ്മായിയുടെ അവിടുത്തെ കൊല നമ്മുടെ അല്ല, നമ്മുടെ അപ്പുറത്തെ നമ്മുടെ കുടുംബമാണത്. അവിടെ അവിടുത്തെ ചക്ക നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇത് കാണുമ്പോ. ഞങ്ങളുടെ ആണോ? ഞങ്ങളുടെ അല്ല അല്ല നമ്മുടെ അല്ല, അപ്പുറത്തെയാണ്. എന്തോ എന്റെ മോനെ അവന് ഭയങ്കര കേശുവിനെ കൊണ്ട് നടക്കാമെങ്കിൽ അത് മതി. കേശുവിൻ്റെ പൂക്കളെ കേശു അതെന്നാ? അത് എന്നാ അവന് വേണം. കേശുവിന് പൂ അതൊന്നും ഒരു പ്രശ്നമല്ല. ഉണ്ടോ?
അത് ഈ മുള്ളൊന്നും ഇല്ലാത്തൊരു സൈസ് റോസയാണേ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അതെ, അതാണ് എടുത്ത് മുള്ളില്ല. പറഞ്ഞത്. അത് അതുകൊണ്ടാണ് മുള്ളില്ലാത്ത. അവനത് പറിക്കാനിരിക്കുന്നത്. അവനതിന് ചുവടെ വേണേലും പറിക്കും. അവനത് പറിക്കാണ്ടുള്ള പരിപാടിയാണ്. അവന് പൂ കണ്ടുകൂടാ. അപ്പം അവന് പൂ അങ്ങനെ അവന് പറിച്ചെടുക്കണം. നമ്മൾ പറിച്ചു കൊടുത്താൽ അവന് ഇഷ്ടമല്ല. എന്നാ വേണ്ട പറിക്കണ്ട. വേണ്ട. നീ പറിച്ചു പറിച്ചു കണ്ടോ, അതിൽ വിടത്തില്ല കേട്ടോ. കേശു വിട്ടേ അതേന്നേ വിടറാ. തേപ്പ് പറിച്ചു ശലം പറിച്ചു കൊടുക്കുന്നു. അതെ അത് പറിച്ചു 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 പറിക്കേ. കേശു ഇച്ചിരിയായിട്ടൊന്നും കേശുവിന് വേണ്ട. വെള്ളത്തിലടി കണ്ടോടി. ഇന്നാ കേശു എന്നാ ആണ്ട് പൂ ആണ്ട പൂ എടുത്തു. അവന് പൂ ഇങ്ങനെ ഇങ്ങനെ ചുവടെ പറിച്ചു കിട്ടണം. ചെമ്പരത്തി പൂവ് അതെല്ലാം ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിൽ അവനതെല്ലാം പറിക്കണം. അവന് പൂ കണ്ടാ പിന്നെ ഞങ്ങളുടെ കേശുവിന് മനസ്സിലായി. വീഡിയോ എടുക്കുവാണ്. കേശു വീഡിയോ എടുക്കും. കേശു വലിയ എന്നാ എന്നാ വേണ്ടേ? എന്നാ ഏത് പൂവ് പറിക്കണ്ടേ? ഏത് പൂവാ പറിക്കണ്ടേ? നിങ്ങൾ ഓർക്ക് ഞാൻ എന്നാ ഇതിൻ്റെ ഒരു തുണിയുടെ എല്ലാം ഇത് രാവിലെ നനച്ചിട്ട തുണിയാ. അത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാതെ അവൻ്റെ അച്ചാച്ചൻ വന്നില്ലെന്ന്. അച്ചാച്ചാ എന്തിയാ അച്ചാച്ചാ? അച്ഛ എന്തിയേ? കേശു അച്ഛ വിളിച്ചേ. അച്ഛേ അച്ഛ എന്തിയാ പൊന്നിൻ്റെ? ഹായ് 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 ഹായ്. എന്തിയാ അച്ഛ? എന്തിയാ അച്ഛാ? അച്ഛാ 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 എന്തി? കേശു പൊന്നെ ഒരു ഉമ്മ അക്കരൊരു ഉമ്മ അന്നേ ഒരു എൻ്റെ അങ്ങോട്ട് പോയിട്ട് അച്ഛമ്മയ്ക്ക് ഒരു ഉമ്മാരാവോ. ഇവനും ഭയങ്കര വിളച്ചിൽ പിടിച്ചവൻ. അവൻ ആ പൂ പറിക്കണം. അവൻ ഇനി വിളച്ച് കാണിക്കുന്ന പറിച്ചു കണ്ടോ. അങ്ങനെ കിള്ളിക്കളയാനാ കണ്ടോ. അതാ പറിക്കത്തില്ല. അവൻ വിളച്ചിലാ. ഒരു രക്ഷയില്ല ഇവനെ കൊണ്ട്. ഇവനെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഒരു രക്ഷയില്ല. കേശുവിൻ്റെ ലീലാവിലാസങ്ങളാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോണം കേശുവിൻ്റെ ലീലാവിലാസങ്ങൾ എന്നാണ്. കേശു കേശു ബാ 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 ഓടി വാ. അവനെ ഞാൻ എടുത്തോണം. അവനെങ്ങനെ ഇരിക്കുന്ന ഇരിപ്പില്ല. അവന് ഇപ്പൊ ആ തവിയും പാത്രം എടുക്കാനായിട്ടാ. അതിന് വേണ്ടിയാ എന്നാ ചേച്ചാന്ന് പറഞ്ഞാലും അവനതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവൻ പഞ്ചക്കണ്ടിയാണേ. പിന്നാരി പുന്നാരിയാ കണ്ടോ. ഞങ്ങളുടെ പിന്നാരി കണ്ടോ എല്ലാവരും. ചാച്ച കൊത്തേ അതായത് ടാറ്റ കൊത്തി. ടാറ്റാ ഞാൻ പോയിട്ട് വരാവേ കേട്ടോ. ടാറ്റ പോവാണേ. ടാറ്റാ ടാറ്റ 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 ടാറ്റായേ. കേശുവിന് ടാറ്റ പോകുന്ന ഏറ്റവും വലിയ ഇഷ്ടം. ടാറ്റാ വരുന്നുണ്ടോ? കേശു വരുന്നുണ്ടോ? ടാറ്റ കൊടുക്ക്. ടാറ്റാ. നമുക്ക് പോയേക്കാം. അവിടെ ആയിരുന്നു ടാറ്റ. കമ്പൂറ്റി സ്വാമി എന്ത് പിന്നെ കമ്പൂറ്റി